ഗുഡ് ഈവനിങ് ഓൾ, ദിസ് ഇസ് സിയാദ് ഇലിഗൽ. എല്ലാ ദിവസവും വൈകിട്ട് 7 മണിക്കുള്ള മാർക്കറ്റ് ന്യൂസിലേക്ക് സ്വാഗതം. ഇന്ന് പ്രധാനമായിട്ടും FMCG സ്റ്റോക്കുകളിൽ നല്ലൊരു മൂവ്മെൻറ്റ് കണ്ടു. ITC ഉൾപ്പെടെയുള്ള കമ്പനീസിൽ റിലയൻസ് ഫോൾ ആവാതെ മാർക്കറ്റിനെ പിടിച്ചു നിർത്തി. എന്നാൽ സ്റ്റീൽ സെക്ടർ ഫോളായി. പ്രതീക്ഷ പോലെ തന്നെ HDFC ബാങ്ക് ഫോളായി. ഡൗൺ ഗ്രേഡ് ഉള്ള കാരണം കൊണ്ട് ടൈറ്റാൻ ഫോൾ ആയിട്ടുണ്ട്. ഡൗൺ ഗ്രേഡ് ഉള്ള കാരണം കൊണ്ട് ഹീറോ മോട്ടോ കോർപ്പ് ഫോളായി. സ്റ്റീൽ സ്റ്റോക്കുകൾ ഫോറായി. ബഡ്ജറ്റിന് മുന്നോടിയായിട്ട് IRFC, ആർബിഎൽ തുടങ്ങിയ റെയിൽവേ സ്റ്റോക്കുകളിൽ നല്ലൊരു കുതിപ്പ് നടത്തി. മാർക്കറ്റ് രാവിലെ ഓപ്പൺ ചെയ്ത് വൈകിട്ട് ക്ലോസ് ആയപ്പോൾ എവിടെയാണോ നിഫ്റ്റി വ്യാപാരം അവസാനിപ്പിച്ചത് അവിടെ തന്നെ നിഫ്റ്റി വ്യാപാരം ക്ലോസ് ചെയ്ത് ഒരു ഡോജി ക്യാൻഡിൽ ഫോം ചെയ്തിട്ടുണ്ട്. യൂറോപ്യൻ, ഏഷ്യൻ മാർക്കറ്റുകളിലും US ഫ്യൂച്ചറുകളിലും ഒന്നും തന്നെ പ്രത്യേകിച്ചൊരു അഗ്രസീവായിട്ടുള്ള മൂവ്മെൻറ്റ് രണ്ട് വശത്തേക്കും ഇല്ല. ഡൗൺ സൈഡിലേക്കും ഇല്ല, അപ്പ് സൈഡിലേക്കും ഇല്ല. ഈ ഒരാഴ്ചയിൽ ഇന്ത്യ, US ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിൽ പണപ്പെരുപ്പ നിരക്കുകൾ വരുന്ന ഒരു ആഴ്ചയാണ്. വളരെയധികം പ്രത്യേകതകളുള്ള പ്രാധാന്യമുള്ള ആഴ്ചയാണ്. അത് നമ്മൾ മാർക്കറ്റ് ഔട്ട്ലുക്കിൽ നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട്. ഇനി ടാക്സായിട്ട് ബന്ധപ്പെട്ടുള്ള കുറച്ച് സംശയങ്ങൾ ഈ വീഡിയോയുടെ അവസാനം ഞാൻ ഉൾപ്പെടുത്താം. ആദ്യം സ്റ്റോക്ക് ന്യൂസിലേക്ക് നമുക്ക് കിടക്കാം. ആദ്യം നിഫ്റ്റിയുടെ ചാർട്ട് പരിശോധിക്കാം. നിഫ്റ്റിയുടെ ചാർട്ട് 24,339 നിഫ്റ്റി ഓപ്പൺ ചെയ്തതും ക്ലോസ് ചെയ്തിട്ടുള്ളതും. ഇൻട്രാഡേ വോളറ്റിലിറ്റി ഏകദേശം ഒരു 100 പോയിന്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. നിഫ്റ്റി ഫ്ലാറ്റായി ക്ലോസിംഗ് നടത്തി. സെൻസെക്സ് 36 പോയിന്റ് ഫ്ലാറ്റായിരുന്നു. നിഫ്റ്റി ബാങ്ക് 234 പോയിന്റിൻ്റെ ഒരു ഫോൾ ഉണ്ടായി. ONGC, ITC, HDFC ലൈഫ്, HUL, ടാറ്റ കൺസ്യൂമർ പ്രൊഡക്റ്റ് തുടങ്ങിയ കമ്പനീസിൽ 1 മുതൽ 4% വരെയുള്ള റാലി ഉണ്ടാക്കിയിട്ടുണ്ട്. ഡിവിസ് ലാബ്, ടൈറ്റാൻ, BPCL, ശ്രീറാം ഫിനാൻസ്, അദാനി പോർട്ട് തുടങ്ങിയ കമ്പനീസിൽ 1.25 മുതൽ 3.5% വരെയുള്ള ഫോള് ഉണ്ടായി. നിഫ്റ്റിയുടെ ഓപ്പൺ ഇൻട്രസ്റ്റ് നമുക്ക് പരിശോധിക്കാം. സ്പോട്ടുള്ളത് നിഫ്റ്റി അല്ല, ഇത് ഫിൻനിഫ്റ്റിയാണ്. നാളെ എക്സ്പയറി ഉള്ള ഫിൻനിഫ്റ്റിയുടെ എക്സ്പയറി. സ്പോട്ട് 23,586, മേജർ റെസിസ്റ്റൻസ് സോൺ 24,000, സപ്പോർട്ട് സോൺ 23,000 ആണ്. അതിനിടയിൽ 23,900 വേറെ റെസിസ്റ്റൻസ് ആണ്. സപ്പോർട്ട് 23,100 എല്ലാം തന്നെ സപ്പോർട്ടായിട്ടൊക്കെ ആക്ട് ചെയ്യുന്നുണ്ട്. PCR 0.55 ആണ്, ശ്രദ്ധിക്കുക. ഗ്ലോബൽ മാർക്കറ്റിലെ ഏറ്റവും ടോപ്പിൽ ബിറ്റ്കോയിൻ 57,000, ബ്രന്റ് ഓയിൽ 86, ഗോൾഡ് $16 പെർ ഔൺസിന് ഇടിഞ്ഞ് $2,374. ഓസ്ട്രേലിയ, ചൈന, കൊറിയ, ജപ്പാൻ റെഡിലടച്ചു. ഡോ ഫ്യൂച്ചർ ഫ്ലാറ്റാണ്. ഇന്ത്യ വിക്സ് 7% സ്പൈക്ക് ചെയ്ത് 13.6. ജർമ്മൻ, UK, ഫ്രാൻസ് മാർക്കറ്റുകളെല്ലാം തന്നെ പോസിറ്റീവായ രീതിയിൽ ട്രേഡിങ് തുടരുന്നുണ്ട്. ഇനി യൂറോപ്യൻ മാർക്കറ്റ് ക്ലോസ് ആവണം, US മാർക്കറ്റ് ഓപ്പൺ ആവണം, US മാർക്കറ്റ് ക്ലോസ് ആവണം, അതിനിടയിൽ നിഫ്റ്റി ട്രേഡ് ചെയ്യുന്നിടം. നാളെ രാവിലെ ഏഷ്യൻ മാർക്കറ്റ് ഓപ്പൺ ആവണം. നാളെ രാവിലെ നിഫ്റ്റി വീണ്ടും ട്രേഡ് ചെയ്യും. 9:15 നമുക്ക് കിട്ടുന്ന നിഫ്റ്റി ഇത്തരത്തിലുള്ള ഈ ഒരു ഘട്ടങ്ങളിലൂടെയൊക്കെ കടന്നുപോയ നിഫ്റ്റിനെയാണ് നമുക്ക് 9:15 കിട്ടുന്നത്. അതായത് ഈ ഓവർനൈറ്റ് പൊസിഷൻസ് എല്ലാം ഹോൾഡ് ചെയ്യുമ്പോൾ ഇത്രയധികം റിസ്ക് ഫാക്ടർ നമുക്ക് ഉണ്ട് എന്നുള്ളത് എപ്പോഴും മനസ്സിൽ വെക്കാൻ ശ്രമിക്കുക. ഇനി സ്റ്റോക്കുകളുടെ കുറച്ച് വാർത്തകളിലേക്ക് നമുക്ക് പോകാം. ആദ്യം L&T ആയിട്ട് ബന്ധപ്പെട്ടുള്ള ന്യൂസാണ്. L&T 15,000 കോടി രൂപയുടെ ഓർഡർ മിഡിൽ ഈസ്റ്റിൻ്റെ ഭാഗത്തു നിന്ന് അവർക്ക് കിട്ടി. 3.5 GW കപ്പാസിറ്റിയുള്ള സോളാർ പവർ പ്ലാന്റ് നിർമ്മിക്കുന്നതിന് വേണ്ടിയിട്ടുള്ളൊരു ഓർഡറാണ് L&Tക്ക് കിട്ടിയത്. പേടിഎം കമ്പനി RBI റെസ്ട്രിക്ഷൻസൊക്കെ ഏർപ്പെടുത്തി. അതിനുശേഷം പേടിഎമ്മിന് ഒരുപാട് കമ്പനീസ്, ബ്രോക്കറിംഗ് സ്ഥാപനങ്ങൾ ഡൗൺ ഗ്രേഡ് ചെയ്തു. അതിനുശേഷം പേടിഎം അവരൊരു പുതിയ ഇൻഷുറൻസ് മേഖലയിലേക്ക് കടന്നു വന്നു. ഹെൽത്ത് ഇൻഷുറൻസ് മേഖലയിലേക്ക് കടന്നു വന്നു. ഇവർ പേടിഎം ഹെൽത്ത് സാഥി എന്ന് പറയുന്ന ഒരു പ്രൊഡക്റ്റ് ലോഞ്ച് ചെയ്തു. അതിനുശേഷം 2 ബ്രോക്കറിംഗ് സ്ഥാപനങ്ങൾ അപ്ഗ്രേഡ് ചെയ്തു. 2 ദിവസം കൊണ്ട് 14% റാലി ഉണ്ടാക്കി ഇപ്പോൾ നിൽക്കുകയാണ് പേടിഎം. HBL ഇലക്ട്രിക് കമ്പനി ഇന്ന് റാലി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇവർ ചൈനയിലുള്ള ഒരു റാംവേ എന്ന് പറയുന്ന ഒരു ടെക്നോളജി കമ്പനിയായിട്ട് ജോയിൻറ്റ് വെഞ്ചർ കരാറിൽ ഏർപ്പെട്ടു. ബാങ്ക് ഓഫ് ഇന്ത്യ ബിസിനസ് അപ്ഡേറ്റ് വന്നു. ഡെപ്പോസിറ്റ് 10%, അഡ്വാൻസ് 17% ഉയർന്നു. ഇൻഷുറൻസ് മേഖലയിൽ അപ്ഡേറ്റ്സ് വന്നിട്ടുണ്ട്. ഇൻഷുറൻസ് സെക്ടറിലെ പ്രീമിയം കളക്ഷൻ 15% ഉയർന്നു. LIC 14% ഇവരുടെ പ്രീമിയം കളക്ഷൻ ഉയർന്നു. SBI 22% പ്രീമിയം കളക്ഷൻ ഉയർന്നിട്ടുണ്ട്. റെയിൽടെൽ കമ്പനി ₹1.85 ഡിവിഡൻഡ് പ്രഖ്യാപിക്കുന്നുണ്ട്. ECTRIPL പ്ലാനേഴ്സ് കമ്പനി ഗുജറാത്തിൽ അവരുടെ പുതിയ ബിസിനസ് സെൻറ്റർ ഓപ്പൺ ചെയ്തു. ടൈഡ് വാട്ടർ കമ്പനി ഇവർ പ്രൊമോട്ടേഴ്സ് ഇവരുടെ സ്റ്റേക്ക് ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്. ഷാൽബി കമ്പനി റിസൾട്ട് വന്നപ്പോൾ 20 കോടി രൂപയിൽ നിന്ന് 16 കോടി രൂപയിലേക്ക് പ്രോഫിറ്റ് ചെറിയ രീതിയിൽ കുറഞ്ഞു. മറൈൻ ഇലക്ട്രിക് കമ്പനി 50 കോടി രൂപയുടെ ഓർഡർ കിട്ടി. അജ്മീറ റിയാലിറ്റി കമ്പനി 7 പുതിയ പ്രൊജക്റ്റ് ഇവർ ലോഞ്ച് ചെയ്യുന്നുണ്ട്. ടോട്ടൽ കൺസ്ട്രക്ഷൻ വാല്യൂ 4,300 കോടി രൂപ.
ഫോണിക്സ് മിൽസ് ആക്ച്വലി മാളുകളെല്ലാം തന്നെ മെട്രോ നഗരങ്ങളിൽ മാളുണ്ടാക്കി ആളുകൾക്ക് റെൻ്റ് ഔട്ട് ചെയ്യുന്നൊരു ബിസിനസ്സാണ്. അപ്പോൾ ഇവർ തന്നെ ഓൺ ചെയ്യുന്ന മാളാണ്. അപ്പോൾ അതിൽ നിന്നുള്ള വരുമാനം 70% ഉയർന്നതായിട്ട് കമ്പനി പറഞ്ഞു. ജീനസ് പവർ കമ്പനി ഇവർക്ക് ഓസ്ട്രേലിയയിൽ നിന്നൊരു എക്സ്പോർട്ട് ഓർഡർ കിട്ടി. മാൻ ഇൻഡസ്ട്രീസ് കമ്പനി 1850 കോടി രൂപയുടെ ഓർഡർ കിട്ടി. HEC ഇൻഫ്ര കമ്പനി 28 കോടി രൂപയുടെ ഓർഡർ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കൊരു ന്യൂസ് ഷെയർ ചെയ്യുന്ന ഒരു ടെലഗ്രാം ചാനലുണ്ട്. ട്രേഡ് ബഡ്ഡി എന്ന് പറയുന്ന ഒരു മറ്റുള്ള ഡീറ്റെയിൽസ്, അതായത് റിസൾട്ടുകളൊക്കെ വരികയാണല്ലോ, റിസൾട്ട് എന്നാണ്, IPO എന്നാണ്, ഡിവിഡൻഡ് എത്ര രൂപയാണ്, അങ്ങനെ എല്ലാ ഇൻഫർമേഷൻസും അവൈലബിൾ ആയിട്ടുള്ള ട്രേഡ് ബഡ്ഡി എന്ന് പറഞ്ഞൊരു ടാബ് ഉണ്ട്. ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ അതിൻ്റെ ലിങ്ക് ഉണ്ട്, ചെക്ക് ചെയ്യാം. ഇനി ടാക്സായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിലേക്ക് കടക്കാം. അപ്പോൾ അതിൽ കുറച്ച് കമൻറ്റുകൾ ഉണ്ട്. അപ്പോൾ കമൻറ്റുകൾക്കുള്ള റിപ്ലൈ കൊടുക്കാമെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് പോകുന്നില്ല, കാരണം വീഡിയോയിലെല്ലാം ഇൻക്ലൂഡഡ് ആണ്. ഒരു സുഹൃത്ത് ചോദിച്ചിരിക്കുന്നത് 1.5 വർഷമായിട്ട് ട്രേഡിങ് ചെയ്യുന്നുണ്ട്, അപ്പോൾ ടാക്സ് ഫയൽ ചെയ്താൽ എന്തെങ്കിലും ബെനിഫിറ്റ് ഉണ്ടോ എന്നുള്ളതാണ്. ടാക്സ് ഫയൽ ചെയ്യുന്നതിൻ്റെ ബെനിഫിറ്റ് ആ വീഡിയോയിൽ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. വീഡിയോ കാണാം. കഴിഞ്ഞ ശനിയാഴ്ച ITR ആയിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ITR ആരൊക്കെ ഫയൽ ചെയ്യണം, ഫയൽ ചെയ്തില്ലെങ്കിലുള്ള പ്രശ്നങ്ങൾ, ഫയൽ ചെയ്താലുള്ള ഗുണങ്ങൾ, അപ്പോൾ അതിൻ്റെ എല്ലാം വീഡിയോ കൃത്യമായിട്ട് നമ്മുടെ ചാനലിലുണ്ട്. ഈ വീഡിയോയുടെ ഫസ്റ്റ് കമൻറ്റിൽ ആ ഒരു വീഡിയോയുടെ ലിങ്ക് ഞാൻ പിൻ ചെയ്യാം. ITR ആയിട്ട് ബന്ധപ്പെട്ടുള്ള എല്ലാ ഇൻഫർമേഷൻസും അതിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ വീഡിയോയിൽ കണ്ട ആളുകളുടെ സംശയങ്ങളാണ് ഞാനിപ്പോൾ ഈ ഒരു ന്യൂസിൽ നിന്ന് ഞാനിപ്പോൾ ഉൾപ്പെടുത്തുന്നത്. അപ്പോൾ ITR ആയിട്ട് ബന്ധപ്പെട്ടുള്ള എല്ലാ കാര്യങ്ങളും ആ വീഡിയോയിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. കഴിഞ്ഞ ശനിയാഴ്ച അപ്ലോഡ് ചെയ്ത വീഡിയോ ആണ്. അതിൻ്റെ ലിങ്ക് വീഡിയോയുടെ ഫസ്റ്റ് കമൻറ്റിൽ ഞാൻ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ വീഡിയോയിൽ ചോദിച്ചിട്ടുള്ളൊരു സംശയമാണ്, 1.5 വർഷമായിട്ട് നഷ്ടമാണ്, ട്രേഡിങ് ഫയൽ ചെയ്താൽ എന്തെങ്കിലും ബെനിഫിറ്റ് ഉണ്ടാവുക എന്നുള്ളതാണ്. നഷ്ടമാണെങ്കിലും ലാഭമാണെങ്കിലും ഫയൽ ചെയ്താലുള്ള ബെനിഫിറ്റ് ഞാൻ അതിൽ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. ഇനി ITR എങ്ങനെ ഫയൽ ചെയ്യുക എന്നുള്ളതാണ്. ITR ഇപ്പോൾ നമ്മൾ ബിസിനസ് ചെയ്യുന്ന ആളുകൾക്ക് അതിൻ്റെ PNL-ഉം, ഇപ്പം ഞാൻ ചെയ്യുന്നത് അതിൻ്റെ PNL-ഉം അല്ലെങ്കിൽ ട്രേഡിങ്ങും ബിസിനസ്സിങ്ങും എല്ലാം ഇട്ടിട്ടുണ്ട്. അപ്പോൾ അത് എല്ലാ ആളുകൾക്കും ഉപകാരപ്പെടാൻ സാധ്യതയില്ല ITR എങ്ങനെ ഫയൽ ചെയ്യുന്നുള്ള വീഡിയോ ചെയ്താൽ, കാരണം പല ആളുകൾക്കും പല രീതിയിലാണ്. പിന്നെ ഒരാൾ ചോദിച്ചിരിക്കുന്നത് 70,000 രൂപയിൽ താഴെയാണ് പ്രോഫിറ്റ് ഉണ്ടാക്കിയിട്ടുള്ളത്, ITR ഫയൽ ചെയ്യണോ എന്നുള്ളതാണ്. അപ്പോൾ ട്രേഡ് ചെയ്യുന്ന ആളുകൾ അപ്പോൾ എത്ര രൂപയാണ് ലോസോ പ്രോഫിറ്റ് ഉണ്ടാക്കിയെങ്കിൽ കൂടിയും അത് ITR ഫയൽ ചെയ്യാത്ത സാഹചര്യങ്ങളിൽ പല ആളുകൾക്കും നോട്ടീസ് വന്നിട്ടുണ്ട്. ഇതിൽ ഒരു കാര്യം വ്യക്തമായിട്ട് മനസ്സിലാക്കുക, ITR ഫയൽ ചെയ്യണോ, ITR ഫയൽ ചെയ്യണ്ടേ എന്നുള്ള ഒരു അന്തിമ തീരുമാനം പറയാനായിട്ട് ഞാൻ ഇൻകം ടാക്സ് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥനല്ല. ഫയൽ ചെയ്യാത്ത ആളുകൾക്ക് നോട്ടീസ് വന്നിട്ടുണ്ട് എന്നുള്ളതാണ് പല ആളുകളും നമ്മളുടെ വീഡിയോയിൽ താഴെ കമൻറ്റ് ചെയ്തിട്ടുള്ളത്. ആളുകളുടെ എക്സ്പീരിയൻസ് എന്താണ്, ITR ഫയൽ ചെയ്തില്ലെങ്കിൽ നോട്ടീസ് വന്നിട്ടുണ്ട് എന്നുള്ളതാണ്. ഈ ഇൻകം സ്ലാബിൽ താഴെ ആയാൽ പോലും ഫയൽ ചെയ്തിട്ടില്ലെങ്കിൽ നോട്ടീസ് വന്നിട്ടുണ്ട് എന്നുള്ളതാണ് ആളുകളുടെ എക്സ്പീരിയൻസ്. അപ്പോൾ അത് മുൻനിർത്തി നമുക്ക് നോട്ടീസ് വരാതിരിക്കാനായിട്ട് ഫയൽ ചെയ്യുക എന്നുള്ളതാണ്. അല്ലാതെ ഫയൽ ചെയ്യണം അല്ലെങ്കിൽ ഫയൽ ചെയ്യണ്ട എന്നുള്ള അന്തിമ തീരുമാനം പറയാനായിട്ട് നമുക്ക് സാധിക്കില്ല. ഇനി വേറെ ഒരാൾ NRIs ടാക്സ് ബെനിഫിറ്റ് ഉള്ള ആളുകളാണ്, പക്ഷെ അവർ നാട്ടിലെ അക്കൗണ്ടിൽ ട്രേഡ് ചെയ്യരുത്, അവർക്ക് വേറെ PSC അക്കൗണ്ടാണ് ചെയ്യേണ്ടത്. പിന്നെ ട്രേഡിങ് നഷ്ടത്തിലാണെങ്കിൽ നോട്ടീസ് വരുമോ എന്നുള്ളതാണ്, അത് ഓൾറെഡി ഞാൻ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഒരാൾ സ്റ്റോക്ക് ഹോൾഡ് ചെയ്ത് 9 ലക്ഷം രൂപ പ്രോഫിറ്റ് കിട്ടി, ഇൻട്രാഡേ ചെയ്ത് 11 ലക്ഷം രൂപ ലോസായി. അപ്പോൾ ടാക്സ് കൊടുക്കണം എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു സ്റ്റോക്ക് ഹോൾഡ് ചെയ്ത് ഉള്ള പ്രോഫിറ്റ് ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിൻ, ഷോർട്ട് ടൈം ക്യാപിറ്റൽ ഗെയിൻ വരുന്ന രീതിയാണ്. ഇൻട്രാഡേ ചെയ്തിട്ടുള്ളത് അതൊരു ബിസിനസ് ഇൻകം ആണ്, സ്പെക്കുലേറ്റീവ് ഇൻകം ആണ്. അപ്പോൾ രണ്ട് സെഗ്മെൻ്റ് ആണ്. അപ്പോൾ രണ്ട് രീതിയിലും ഫയൽ ചെയ്യണം. അപ്പോൾ ഒരെണ്ണത്തിലെ ലോസ് ഇനി ഫർദറായിട്ട് വരുന്ന പ്രോഫിറ്റായിട്ട് സെറ്റ് ഓഫ് ചെയ്യാൻ സാധിക്കും. പക്ഷേ ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിൻ വേറെ സംഗതിയാണ്. അപ്പോൾ ഫയൽ ചെയ്യപ്പെടേണ്ടതാണ്. ഇനി 3 ലക്ഷത്തിന് മുകളിലാണോ എന്നുള്ള സംശയങ്ങളൊക്കെ ഉണ്ട്. NRIസിൻ്റെ കാര്യം ഓൾറെഡി പറഞ്ഞു. ട്രേഡിങ്ങിൽ ഉണ്ടാക്കിയ നഷ്ടം മറ്റുള്ള വരുമാനങ്ങളിൽ നിന്ന് കുറച്ച് കാണിക്കാൻ പറ്റുന്നതാണ്. ട്രേഡിങ് പ്രോഫിറ്റിനായിട്ടാണ് സെറ്റ് ഓഫ് ചെയ്യാൻ പറ്റുന്നത്. മറ്റു വരുമാനങ്ങളൊന്നും ഇല്ല, അത് ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്, നമ്മൾ ആ വീഡിയോയിൽ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഷോർട്ട് ടൈം ക്യാപിറ്റൽ ഗെയിൻ 2 ലക്ഷം രൂപയിൽ താഴെയുണ്ട്, ഫയൽ ചെയ്യണം എന്നുള്ളതാണ് ഓൾറെഡി ഉത്തരം പറഞ്ഞു. ITR എവിടെ ഫയൽ ചെയ്യുക എന്നുള്ളതാണ് മറ്റൊരു ചോദ്യം. അപ്പോൾ ആ ഒരു വീഡിയോയിൽ നമ്മളൊരു ITR ഫയൽ ചെയ്യുന്ന ഒരു ലിങ്ക്
കൊടുത്തിട്ടുണ്ട്. താല്പര്യമുള്ള ആളുകൾക്ക് അവിടെ ഫയൽ ചെയ്യാം. അതല്ലെങ്കിൽ നിങ്ങളുടെ നാട്ടിലുള്ള ഇൻകം ടാക്സ് കൺസൾട്ടൻറ്റിനെ ബന്ധപ്പെടാം. പല പല ഈ ഒരു സംശയങ്ങളിലെല്ലാം തന്നെ അതിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. ഓൾമോസ്റ്റ് എല്ലാ സംശയങ്ങളും ആ ഒരു വീഡിയോയിലുണ്ട്. ഞാൻ ഈ വീഡിയോ ഇപ്പോൾ ആക്ച്വലി ഇപ്പോൾ എഡിറ്റ് ചെയ്യുന്നില്ല, ലാഗ് ഉണ്ടാവാം മേ ബി. എനിവേ ഇതാണ് അതിലുള്ള സംശയങ്ങളെല്ലാം തന്നെ പറഞ്ഞിട്ടുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. ഇനി പറഞ്ഞിട്ടില്ല എങ്കിൽ, ഞാൻ പറയാത്ത ആ വീഡിയോയിൽ ഉൾപ്പെടാത്ത എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോയിൽ കമൻറ്റ് ചെയ്യുക. നാളെ പ്രീ മാർക്കറ്റ് ഉൾപ്പെടുത്താനായിട്ട് ശ്രമിക്കുക. ഞാൻ മാക്സിമം എടുത്തിട്ടുണ്ട്. അപ്പോൾ എനിവേ, അപ്പോൾ എല്ലാവർക്കും ശുഭരാത്രി. താങ്ക് യു.